ഒരു മനുഷ്യൻ്റെ ദുനിയാവിലെ ജീവിതം അവസാനിക്കുകയും പരലോകത്തെ ജീവിതം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആകാശ ലോകത്തു നിന്നും മലക്കുകൾ ഇറങ്ങി വരും. ആത്മാവിനെ പിടിക്കുന്ന മലക്കുകളാണവർ. വിശ്വാസിയാണ് മരിക്കുന്നത് എങ്കിൽ, വിശ്വാസിയായ മനുഷ്യനാണ് മരണം സംഭവിക്കുന്നത് എങ്കിൽ വെള്ളവസ്ത്രധാരികളായിക്കൊണ്ട് മുഖം പ്രകാശിക്കുന്ന ആളുകളായിക്കൊണ്ടാണ് മലക്കുകൾ കടന്നു വരുന്നത്. അങ്ങനെ ആ വ്യക്തിയുടെ അടുക്കൽ അവർ കഫൻ പുടവയും സ്വർഗത്തിലെ അത്തറുമായി കൊണ്ട് കടന്നു വരുമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അങ്ങനെ ആ മനുഷ്യൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. അപ്പോഴേക്കിനും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണസമയമായതുകൊണ്ട് തന്നെ ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ കാഴ്ചകളും അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അവൻ്റെ മുമ്പിൽ ഒരു പുതിയ ലോകം അവിടെ തുറക്കപ്പെടുകയാണ്, അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. കൂടെ നിൽക്കുന്ന ബാപ്പയെയോ ഉമ്മയെയോ ഭാര്യയെയോ മക്കളെയോ ആരെയുമല്ല കാണുന്നത്, മറിച്ച് ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ചിട്ടുള്ള കുറേ ആളുകൾ കഫൻ പുടവയും പിടിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണ് മലക്കുൽ മൗത്ത് ഇറങ്ങി വരിക. മലക്കുൽ മൗത്ത് ഇറങ്ങി വന്ന് തൻ്റെ ഇരു കരങ്ങളും ആ വ്യക്തിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുമെന്നാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ ശാന്തി അടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലല്ലാഹി റാദിയതൻ വമർദിയ, നീ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്കുമൊക്കെയായിക്കൊണ്ട് നീ തൃപ്തനായിക്കൊണ്ട് മടങ്ങി വരിക എന്ന് പറയുമ്പോൾ, ഒരു പാത്രത്തിൽ നിന്നും എങ്ങനെയായിരിക്കുമോ വെള്ളം താഴേക്ക് ഉതിർന്നു വീഴാറുള്ളത്, അതുപോലെ അവൻ്റെ ശരീരത്തിൽ നിന്നും അവൻ്റെ ആത്മാവ് ഇറങ്ങിച്ചെല്ലുകയും മലക്കുൽ മൗത്തിൻ്റെ കൈകളിലേക്ക് ചെല്ലുകയും ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും ആ കൈകളിൽ അവശേഷിക്കാതെ ആ കൊണ്ടുവരപ്പെട്ട കഫൻ പുടവയിലേക്ക് ആ ആത്മാവിനെ മാറ്റപ്പെടുകയും മാത്രവുമല്ല കൊണ്ടുവരപ്പെട്ട സ്വർഗത്തിലെ സുഗന്ധങ്ങൾ കൊണ്ട് ആ ആത്മാവിനെ ലേപനം ചെയ്യപ്പെടുകയും അതിനുശേഷം അവനെയും കൊണ്ട് ആകാശലോകത്തേക്ക് അവർ യാത്രയാകുമെന്നാണ്. ആകാശത്തിൻ്റെ ഒന്നാം ആകാശത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ആകാശലോകത്തുള്ള ബഹുമാനികളായ മലക്കുകൾ അവർ ചോദിക്കും, ആരാണിത്? ഏതാണ് ഈ പരിശുദ്ധമായ ആത്മാവ്? എവിടെ നിന്നാണ് ഈ പരിമളം? ആ സമയത്ത് അവൻ കേൾക്കാൻ കൊതിച്ചിരുന്ന, ഭൂമിയിൽ അവൻ കേൾക്കാൻ കൊതിച്ചിരുന്ന ഏറ്റവും നല്ല നാമങ്ങൾ വിളിച്ചുകൊണ്ട് അവനെ അവർ പരിചയപ്പെടുത്തുമെന്നാണ്. അങ്ങനെ ഒന്നാം ആകാശത്തിൻ്റെ കവാടത്തിലെത്തും. ആകാശത്തിൻ്റെ കവാടത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകളോട് ആകാശം തുറക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവന് വേണ്ടി തുറക്കപ്പെടും. ഒന്നാം ആകാശത്തു നിന്നും രണ്ടാം ആകാശത്തേക്കും, രണ്ടാം ആകാശത്തു നിന്നും മൂന്നാം ആകാശത്തേക്കും, അവിടെ നിന്ന് അങ്ങ് 7 ആകാശം വരെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ അവിടെയുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മുഖറബീങ്ങളായ മലക്കുകളൊക്കെ ഇവനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവനെ ഏറ്റവും നല്ല പേരുകൾ വിളിച്ചുകൊണ്ട് മലക്കുകൾ പരിചയപ്പെടുത്തുന്നുമുണ്ട്. അങ്ങനെ 7-ാം ആകാശത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് വിളിച്ചു പറയുമെന്നാണ്, എൻ്റെ അടിമ എന്നെ സത്യപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഉക്തുബു കിതാബ അബ്ദി ഫിൽ ഇല്ലിയീൻ, എൻ്റെ അടിമയുടെ നാമം നിങ്ങൾ ഇല്ലിയീനിൽ രേഖപ്പെടുത്തുക എന്നാണ്. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി എടുത്തു പറയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇല്ലിയൂൻ. ഇല്ലിയൂൻ എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ അടിമകളുടെ പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പേര് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞാൽ അത്തരം ആളുകളൊക്കെ സ്വർഗാവകാശികളുമാണ്. അള്ളാഹു ഇല്ലിയൂനിൽ പേരുകൾ രേഖപ്പെടുത്തുന്ന കൂട്ടരിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുശേഷം അവൻ്റെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുവാൻ വേണ്ടി മലക്കുകളോട് ആവശ്യപ്പെടും. മലക്കുകൾ അവൻ്റെ റൂഹിനെ മോചിപ്പിക്കും. അവൻ്റെ റൂഹിനെ മോചിപ്പിക്കുന്നതോടുകൂടി ആ റൂഹ് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. പിന്നീട് അവൻ്റെ ശരീരത്തിലേക്ക് ആ റൂഹ് പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ശരീരത്തിൽ എപ്രകാരമാണോ റൂഹ് പ്രവേശിക്കുന്നത് ആ രൂപത്തിലല്ല ആ പ്രവേശനം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് അഖീദയിലെ പണ്ഡിതന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. നമ്മളിന്ന് ജീവിക്കുന്ന ഈ ദുനിയാവിൻ്റെ അവസ്ഥയിൽ ഒരു അടിമ എന്ന് പറയുമ്പോൾ ജസദും അഥവാ ശരീരവും ആത്മാവും കൂടെ ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥയാണുള്ളത് എങ്കിലും ഇവിടെ ശരീരത്തിനാണ് പ്രാമുഖ്യമുള്ളത്. അതിൻ്റെ തുടർച്ചക്കാരൻ എന്നുള്ള രൂപത്തിലാണ് ഇവിടെ ആത്മാവുള്ളത്. നമ്മളാരും നമ്മുടെ ആത്മാവിനെ കണ്ടിട്ടില്ല. ആത്മാവ് റൂഹ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു ഖൽഖാണ്, ഒരു സൃഷ്ടിയാണ്. ശരീരം ഒരു സൃഷ്ടിയാണ് എന്നതുപോലെ തന്നെ മറ്റൊരു സൃഷ്ടിയാണ് റൂഹ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഖുലിർ റൂഹു ബിഅംരി റബ്ബി എന്ന് പറയാനുള്ള കാരണം. അഥവാ
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കേണ്ട സൃഷ്ടിയാണ് റൂഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റൂഹിനെ കുറിച്ച് പറഞ്ഞത് അത് അർവാഹുൻ മുജന്നദത്തിന് എന്നാണ് പറഞ്ഞത്. മുജന്നദത്ത് പറഞ്ഞാൽ അത് കൂട്ടം കൂടി നിൽക്കുന്ന ഒരു 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 സൃഷ്ടി വിഭാഗമാണത്. ഇത് ഇഅ്തറഫു ഇഅ്തലഫു എന്ന ഹദീസിൽ കാണാം. റൂഹുകൾ തമ്മിൽ പരസ്പരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ പരസ്പരം ഇണങ്ങി ജീവിക്കുമെന്നാണ്. അതേ സമയത്ത് റൂഹുകൾ പരസ്പരം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ഇണക്കുണ്ടാവില്ല എന്നാണ്. മനുഷ്യന്മാരുടെ ഇടയിൽ കുറേ വർഷങ്ങളെ പരിചയം പോലെയുള്ള പരിചയം ചിലപ്പോൾ ഒരാൾ ഒരു ദിവസം കണ്ടൊന്ന് പരിചയപ്പെടുമ്പോഴേക്കിനും അടുക്കാറുണ്ട്. അവരുടെ ആത്മാക്കൾ തമ്മിൽ അവർ പരിചയമുള്ളവരായിരുന്നു, അതുകൊണ്ടാണ് ആ രൂപത്തിൽ അവർ തിരിച്ചറിഞ്ഞതും അടുത്തതും എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ടപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. ആ വിഷയമോ അതല്ലെങ്കിൽ ആ രംഗത്തേക്കോ തൽക്കാലം പോകുന്നില്ല. ആത്മാക്കളുടെ ലോകമെന്ന് പറയുന്നത് വലിയ ചർച്ചയാണ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബുർ റൂഹിലൂടെയും അതുപോലെ തന്നെ ഇബ്നു അബി ദുനിയയും അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ആ രംഗത്ത് വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച ആളുകളാണ്. അതൊക്കെ ഓരോ ഉസ്താദുമാരെ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായി വായിക്കുവാനും പഠിക്കുവാനും തയ്യാറാകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ മറ്റൊരു തലം നമുക്ക് ബോധ്യപ്പെടുന്നതായിരിക്കും. പറഞ്ഞു വന്നത്, ഈ ദുനിയാവിൽ ജസദിനാണ് പ്രാമുഖ്യമുള്ളത്, അതിൻ്റെ തബ ആയിക്കൊണ്ടാണ് റൂഹ് വരാറുള്ളത് എങ്കിൽ ബർസഖിലേക്ക് എത്തുന്നതോടുകൂടി റൂഹിനാണ് പ്രാമുഖ്യമുള്ളത്, ജസദ് അതിൻ്റെ തബ ആണ്. ഇവിടെ നമ്മുടെ ശരീരം എങ്ങനെയാണോ അങ്ങനെയാണ് മരണത്തോടു കൂടി റൂഹിൻ്റെ റോള് ആയി മാറുന്നത്. നമ്മുടെ ശരീരം ഇവിടെ നമ്മുടെ റൂഹ് എങ്ങനെയാണോ അതുപോലെയായിരിക്കും മരണത്തോടു കൂടി നമ്മുടെ ശരീരത്തിൻ്റെ റോളായി തീരുക എന്നുള്ളതാണ്. അഥവാ റൂഹിന് പ്രാമുഖ്യവും ശരീരം തബഉമായി തീരുന്ന അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. പിന്നെ ഖബർ ജീവിതം, ഖബർ എന്നൊക്കെ പറയുന്നത് അത് ഗലബത്ത് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗലബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഭൂരിഭാഗം ആളുകളും, മനുഷ്യരുടെ കൂട്ടത്തിൽ മഹാഭൂരിഭാഗം ആളുകളും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ മറവ് ചെയ്യുന്ന വിഭാഗം ആളുകളാണ് എന്നതുകൊണ്ടാണ് ഖബർ ജീവിതം എന്ന് പറയാറുള്ളത്. ബർസഖി ജീവിതമാണ്, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും അഥവാ പരലോകത്തിൻ്റെയും ഇടയിലുള്ള ഒരു ജീവിതമാണ്, മറയിട്ട ജീവിതമാണ്. ദുനിയാവുമായിട്ട് അവിടെയുള്ള ആളുകൾക്ക് ബന്ധം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആ രൂപത്തിൽ ദുനിയാവിലുള്ള ആളുകൾക്ക് അങ്ങോട്ട് ബന്ധപ്പെടാൻ നിലവിൽ സാഹചര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥ എന്നുള്ള നിലക്ക് ബർസഖിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഖബർ തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല. അത് ശൂന്യതയിലാണെങ്കിലും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഭൗതിക ശരീരം ഒന്നും ലഭിക്കാത്ത അവസ്ഥയാണെങ്കിൽ പോലും ആ ജീവിതം തുടരുക തന്നെ ചെയ്യും. എന്തേ കാരണം? അവിടെ റൂഹിനാണ് പ്രാമുഖ്യം, ശരീരം തബഉ മാത്രമാണ്. ഇവിടെ നമ്മളാരും നമ്മളെ റൂഹിനെ കണ്ടിട്ടില്ല, അപ്പോൾ അവിടെ ശരീരം തന്നെ കാണേണ്ട തന്നെ ആവശ്യമില്ല എന്നാണ്. അവിടെ റൂഹുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകളുള്ളത് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഖബറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖബർ വിശാലമാകുന്നു, ഖബർ ഇടുങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭൗതികാർത്ഥത്തിലുള്ള വിശാലമാകലോ ഭൗതികാർത്ഥത്തിലുള്ള ഇടുങ്ങലോ അല്ല. അത് തികച്ചും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി സംവാദങ്ങൾ നടത്തിയാലോ അത് അങ്ങനെ നടക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുള്ളവന് ഇടുങ്ങൂല എന്നൊക്കെയുള്ള ചർച്ച എന്ന് പറയുന്നത് കേവലം ബുദ്ധി കൊണ്ട് ഈ ഭൗതിക ലോകത്തെ ചർച്ച നടത്തുമ്പോഴാണ് അത്തരം ചർച്ചകൾ ഉള്ളത്. അവിടെയാണ് പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് അവരെന്ന് പറഞ്ഞത്. റൂഹുകളുടെ ലോകത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ആവശ്യം തന്നെ അല്ല. അത് അള്ളാഹ് വേറെ കൊലത്ത് സംവിധാനിച്ചതാണ്. അള്ളാഹ് വേറെ കൊലത്തിലാണ് അത് സംവിധാനിച്ചിട്ടുള്ളത്. ആ സംവിധാനമുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് ദുനിയാവിൽ ചില അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ. എത്ര AC ഉള്ള റൂമിൽ, തണുത്ത റൂമിൽ കിടന്നുറങ്ങുന്നവനാണെങ്കിലും ഒരു മരുഭൂമിയിൽ അകപ്പെടുന്നത് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം വേർക്കും. അവന് വെള്ളം ആവശ്യമായി തോന്നും, അവന് ചൂട് അനുഭവപ്പെടും, എല്ലാം അനുഭവപ്പെടും. അവൻ്റെ കൂടെ അവൻ്റെ പിറകിൽ ഒരു വേട്ടമൃഗം അവൻ്റെ പിറകിൽ കൂടുന്നതായിക്കൊണ്ട് അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ വാവിട്ട് കരയും. ഒപ്പമുള്ളവൻ തച്ചു വിളിച്ചാൽ പോലും ചിലപ്പോൾ ഉണരാത്ത അവസ്ഥയുണ്ടാകും. വലിയ അട്ടഹാസങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതിനൊന്നും അവിടെ മരുഭൂമിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ അവിടെ ഒരു സിംഹത്തിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൂഹിനെ ചെറിയ രൂപത്തിലൊന്ന് അത് ബോധ്യപ്പെടുത്തിയപ്പോഴേക്കും ആ രൂപത്തിലേക്ക് ശരീരം പോലും ക്ഷീണിക്കുന്ന, പലതും കണ്ടു പേടിച്ച് വേജാറായി എണീക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാതൊക്കെ. അത് ബോധ്യപ്പെടുത്താനാണ്. എന്തിന്? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ബർസഖിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ ശരിയാക്കാൻ, അതല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും സൗഖ്യം നൽകാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം നൽകാൻ ഈ ഭൗതിക ശരീരമോ ഭൗതിക സംവിധാനങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതിലുള്ള വിശ്വാസികൾക്ക് കുറേ പാഠങ്ങൾ ലഭിക്കാനുണ്ട്.
അതുകൊണ്ടാണ് ഉറക്കത്തെ മരണത്തിന്റെ സഹോദരനായിക്കൊണ്ട് പരിചയപ്പെടുത്തിയത്. ഉറക്കത്തെ മരണത്തിന്റെ സഹോദരനായിക്കൊണ്ട് പരിചയപ്പെടുത്തുവാനുള്ള കാരണം അതാണ്. ഇനി നമ്മൾ വരിക, ഇങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് അതല്ലെങ്കിൽ അവന്റെ ഭൗതികതയുമായി ബന്ധപ്പെട്ട് എന്താണോ അവശേഷിക്കുന്നത് അതിലേക്ക് അവന്റെ ആത്മാവ് കടന്നു വരും. ആ കടന്നു വരുമ്പോൾ വിശ്വാസികളാണ് എങ്കിൽ ആ വിശ്വാസികളുടെ അടുത്തേക്ക് 2 മലക്കുകൾ വരുന്നുണ്ട്. ആ 2 മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം, അവനെ പിടിച്ചിരുത്തും. ഇരുത്തിക്കഴിഞ്ഞതിന് ശേഷം അവനോട് ചോദിക്കുന്നുണ്ട്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ റബ്ബ്. ആ സമയത്ത് മലക്കുകളോട് വിശ്വാസിയാണെങ്കിൽ പറയുന്ന മറുപടി റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. ഇതൊരു മനപ്പാഠം പഠിച്ചു പറയുന്ന ഒരു പരീക്ഷയെ പോലെയുള്ള പരീക്ഷയല്ല ഇത്. മറിച്ച് അടുത്ത ചോദ്യമുണ്ട്, ആ ചോദ്യത്തിൽ നിന്നും കാര്യം വ്യക്തമാണ്. മഹാനായ ഇമാം അബൂദാവൂദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് വന്നത്. അവനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൈഫ അറഫ്ത, നിന്റെ റബ്ബ് അല്ലയാണെന്ന് നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ സമയത്ത് വിശ്വാസിയാണെങ്കിൽ പറയും ഖറഅതു കിതാബ് അല്ലാഹി വദറൈതു, അള്ളാന്റെ കിതാബ് ഞാൻ വായിച്ച് അള്ളാന്റെ കിതാബിൽ നിന്നാണ് എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ നിമിഷം എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചാൽ അടുത്ത നിമിഷം നമ്മൾ ഖബറിലാകുമ്പോൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യം മൻ റബ്ബുക എന്ന ചോദ്യത്തിന് അള്ളാഹുവിൻ്റെ കിതാബ് ഓതിയിട്ടും വായിച്ചിട്ടും പഠിച്ചിട്ടുമാണ് അള്ളാഹു റബ്ബാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പ്രയാസമാണ്, പ്രശ്നമാണ്, ജീവിതം പ്രയാസമാണ്, അളക്കാൻ വളരെ എളുപ്പമാണ്. വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഒരു ആവർത്തിയെങ്കിലും സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ നമുക്കറിയുന്ന ഭാഷയിൽ ഒന്ന് പഠിക്കാൻ, ഒന്ന് കേൾക്കാൻ, ഒന്ന് വായിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. 40 വയസ്സ് വരെ ജീവിക്കുവാൻ അവസരം ലഭിച്ച ഒരു മനുഷ്യനും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉദ്ർ പറയുവാൻ, ഒഴിവ് കഴിവ് പറയുവാൻ അവസരം ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. അള്ളാഹു റസൂൽ പറഞ്ഞതാണത്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല ഒരിക്കെ ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചോദിച്ചു, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്തേ എങ്ങനെ ചോദിക്കണമെന്നാണ്. കാരണം ചോദിച്ചത് ഹസനുൽ ബസ്രി ആയതുകൊണ്ട് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിക്കപ്പെട്ട വ്യക്തിക്ക് അറിയാം. അല്ല, നിങ്ങളിപ്പോൾ മരിച്ചാൻ പോകണല്ലേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ ഇപ്പം നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇന്നാ ലില്ലാ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നാ ലില്ലാഹി അബ്ദുൻ എന്നാണ്. തീർച്ചയായും നമ്മൾ ലില്ലാഹി അള്ളാഹുവിന് അബ്ദുൻ, അടിമകളാകുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ എന്നതിനാൽ തന്നെ അടിമകൾ ഉടമയുടെ അടുത്തേക്ക് മടങ്ങേണ്ടവനാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ അബ്ദായ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങുവാൻ വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അടുത്ത ചോദ്യം. ഹസൻ ബസ്രി തിരിച്ചു ചോദിക്കണം, എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ്. ഞാൻ ആ വിഷയത്തേക്ക് കടക്കണില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മരണത്തിന് മുമ്പ് തയ്യാറാകേണ്ട കാര്യങ്ങൾ. എന്നിട്ട് അതിന് പറയുന്നുണ്ട്, കുറേ മറുപടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതുപോലെ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ താബീങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഒരു ജനാസ കബറടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ജനാസ കബറടക്കി കഴിഞ്ഞ് ആളുകൾ തിരിച്ചു വരുമ്പോൾ ആ കബറടക്കത്തിന് നേതൃത്വം നൽകിയിരുന്ന, കാർമ്മികത്വം വഹിച്ചിരുന്ന പുരോഹിതനോട് ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട് ഉസ്താദ് എന്നാണ്. അപ്പം എന്താണ്? ഈ മരിച്ച വ്യക്തിക്ക് ഇപ്പോൾ കബറിൽ നമ്മൾ കൊണ്ടുപോയി എല്ലാവരും കൂടി കൊണ്ടുപോയി നിസ്കരിച്ച് മറവ് ചെയ്ത ഈ വ്യക്തിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോരാൻ ആഗ്രഹം ഉണ്ടാവുമോ എന്നാണ്. അപ്പോൾ പറയണം ആ തീർച്ചയായിട്ടും ഉണ്ടാവും. വിശ്വാസിയാണെങ്കിലും ഉണ്ടാവും, ആ വിശ്വാസിയാണെങ്കിലും ഉണ്ടാവും, ആ വിശ്വാസിയാണെങ്കിലും എന്തായാലും ഉണ്ടാവും. എന്തായിരിക്കും അവർക്ക് രണ്ടാക്കുള്ള ആഗ്രഹം എന്തുകൊണ്ടാണ്? വിശ്വാസിയാണെങ്കിൽ ചെയ്ത കർമ്മങ്ങൾ മതിയായിട്ടില്ല, കുറച്ചും കൂടി കൂടുതൽ ചെയ്ത് കുറച്ചും കൂടി ഉന്നതമായ സ്വർഗത്തിൽ സ്ഥാനം നേടാമെന്നതായിരിക്കും അയാളുടെ മനസ്സിലുണ്ടാണ് ആഗ്രഹം. അവിശ്വാസിയാണെങ്കിൽ പടച്ച റബ്ബേ, ജീവിതത്തിൽ കിട്ടിയ അവസരം എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല, ഒരവസരം കിട്ടിയാൽ ഇനിയും ഉപയോഗപ്പെടുത്താമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഹസൻ ബസ്രി തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഉസ്താദ് നമ്മളൊക്കെ ഞാർക്കും വേണ്ടിയാണ് കാത്തിക്കേണ്ടത്, തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്, ഇതൊക്കെ നമുക്കറിയാം, എന്നിട്ടും നമ്മൾ ഒന്നും ചെയ്യാതെ, ഒരു അമലും ചെയ്യാതെ ജീവിക്കുകയാണോ എന്നാണ്. ഈ ഉത്തരങ്ങളൊക്കെ നമുക്കറിയാം, എന്നിട്ടും നമ്മൾ എന്തോ ഒരു അശ്രദ്ധയിലായിക്കൊണ്ട് ജീവിക്കുകയാണ്. അവിടെയാണ് ചോദിച്ചത് മൻ റബ്ബുക എന്ന് ചോദ്യം. അശ്രദ്ധയിലായിക്കൊണ്ട് ജീവിക്കേണ്ടവനായിരുന്നോ? അല്ല. വിശുദ്ധ ഖുർആൻ വായിക്കേണ്ടവൻ, പഠിക്കേണ്ടവൻ, ആ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടവൻ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിലൂടെ അള്ളാഹിനെ മനസ്സിലാക്കേണ്ടവനാ. കാരണം എന്താ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ പറഞ്ഞത്. ഫഅലം എന്നാ പറഞ്ഞത്, ഫഖ്റ എന്നല്ല പറഞ്ഞത്, നീ വായിക്കുക എന്നല്ല.
ഫത്ലു എന്നല്ല, നീ ഓതുക എന്നല്ല, ഫഅലം നീ അറിയുക, പഠിക്കുക എന്നാണ്. ഇൽമ് എന്നാണ് അവിടെ പ്രയോഗിച്ചത്. ഒരു കാര്യം എപ്രകാരമാണോ പഠിക്കേണ്ടത് അപ്രകാരം മനസ്സിലാക്കുന്നതിനാണ് ഇൽമ് എന്ന് പറയാം. അപ്പോൾ അള്ളാഹു ആര് എന്ന് കൃത്യമായി പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ അയാൾക്ക് അവൻ നേരിടാൻ പോകുന്നത് ദുനിയാവിൽ മസീഹു ദജ്ജാലിനെ കൊണ്ടുണ്ടാകുന്ന ഫിത്ന എന്താണോ അതിനേക്കാൾ വലിയ ഫിത്നയായിരിക്കും എന്നാണ് ഹദീസിൽ കാണാം. ഭയങ്കര കുഴപ്പമാണ് അവിടെ ഉണ്ടാകല്. ഇതേ ചോദ്യം മുനാഫിക്കിനോട് ചോദിക്കുന്നുണ്ട്, മൻ റബ്ബുക്ക, ആരാണ് നിന്റെ റബ്ബ് എന്നാണ്. മുനാഫിക്ക് പറയുന്നത് റബ്ബി അല്ലാഹ് തന്നെയാണ്. കപട വിശ്വാസി പറയും എൻ്റെ റബ്ബ് അല്ലാഹ് തന്നെയാണെന്നാണ്. വീണ്ടും അടുത്ത ചോദ്യം, കൈഫ അറഫ്ത, നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അവിടെയാണ് വീണ്ടും മറുപടി അയാൾ പറയുന്നത്, സമിഅ്തു الناس يقولون كذا وكذا فقلته. ആ ജനങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും അങ്ങനെ പറഞ്ഞു പോയതാണെന്നാണ്. ബാപ്പയും കാരണന്മാരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും അതാണ് പറഞ്ഞതെന്നല്ലാതെ എനിക്ക് അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ഒരു വിവരമൊന്നുമില്ല എന്നാണ്. അത് നിഫാക്കുള്ളവൻ്റെ മുനാഫിക്കിൻ്റെ അടയാളമായിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. സത്യനിഷേധിയാണ് ഈ പറയും, എനിക്ക് അങ്ങനത്തെ റബ്ബിനെ കുറിച്ച് അറിയുന്നില്ല. കാരണം അവന് ഖുർആനും വായിച്ചിട്ടില്ല, ഹദീസും മനസ്സിലാക്കിയിട്ടില്ല, അവൻ തോന്നിയ മാതിരി അങ്ങനെ ജീവിച്ചു പോയതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ആയിരുന്നില്ല, അവൻ്റെ ദേഹേച്ഛകൾ മാത്രമായിരുന്നു. അതല്ലെങ്കിൽ നാട്ടിലെ മനുഷ്യരായിട്ടുണ്ടാക്കിയിട്ടുള്ള ഇതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ആ നല്ലതിൻ്റെ പിന്നിലായിരുന്നു അവൻ പോയിരുന്നതെന്നാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം റബ്ബി അല്ലാഹ് പറയാൻ കഴിയില്ല. അടുത്ത ചോദ്യം വമാ ദീനുക്ക, ഏതാണ് നിന്റെ മതം എന്നാണ്. അവളും വിശ്വാസിയാണ് ഈ പറയും ദീനി അൽ ഇസ്ലാം, കപട വിശ്വാസിയും പറയും ദീനി അൽ ഇസ്ലാം. എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നേരത്തെ തന്നെയാണ് ഉത്തരം. ഏതാണ്? ഖുർആൻ ഓതിയിട്ട് പഠിച്ചിട്ട് അങ്ങനെയാണ് എന്താക്കിയിട്ടുള്ളത്, എൻ്റെ മതം ഇസ്ലാമാണെന്ന് മനസ്സിലാക്കിയതെന്നാണ്. നമ്മൾ ജീവിച്ചത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. നമ്മുടെ കൂട്ടുകെട്ട് എന്തായിരുന്നു, നമ്മുടെ വ്യവഹാരങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ ഒറ്റ ചോദ്യത്തിൽ കഴിയാണ്. അപ്പോൾ പറയാൻ വേണോ ഒക്കെ ഇസ്ലാമായിരുന്നു കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ ഭൗതിക ശരീരം ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ ഭൗതിക ശരീരത്തിനോട് അതിൻ്റെ ഉള്ളിലേക്ക് ആത്മാവ് പ്രവേശിച്ച് കഴിഞ്ഞ് ആ ആത്മാവിനെയും ഭൗതിക ശരീരത്തെയും പിടിച്ചിരുത്തിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉള്ളത്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്ന ശരീരം തന്നെ കണ്ടാൽ ഇസ്ലാമാണെന്ന് പറയാൻ പറ്റുമെന്നുള്ള ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മുസ്ലിമിനുണ്ടാകേണ്ട യോഗ്യതകളാണോ നമ്മുടെ ശരീരത്തിനുള്ളത്? അതല്ലെങ്കിൽ നമ്മുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയുവാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണോ ഉള്ളത്? ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും ഭൗതികതയുടെ പിന്നാലെ, ദുനിയാവിൻ്റെ ഭ്രമത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ ഇസ്ലാമിൻ്റെ ഷിആറുകൾ പോലും ജീവിതത്തിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാകേണ്ടത്? ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ടത്. കാഫിറാണെങ്കിൽ പറയും എനിക്കറിയില്ല എന്ന് പറയും, എനിക്ക് അങ്ങനെ ഏതാ മതം തന്നെ അറിയില്ല എന്നാണ്. ഈ മതം എന്ന് പറഞ്ഞാൽ എന്താ? അറബി ഭാഷയിൽ ദീൻ എന്ന് അതിന് പറയാം. ദീനിന് രണ്ടർത്ഥമാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്ന് പ്രതിഫലാണ്, മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നു. എന്തതിൻ്റെ അർത്ഥം? പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ്. രണ്ടാമത്തെ ദീൻ എന്ന് പറഞ്ഞാൽ അമൽ എന്നാണ്, പ്രവർത്തനം എന്നാണ്. അതാണ് ലക്കും ദീനിക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളെ പണി, എനിക്ക് എൻ്റെ പണി. നിങ്ങളെ പണിയൊക്കെ പോയിക്കോളി, ഞാൻ എൻ്റെ പണിയൊക്കെ പോയിക്കോളാം എന്ന് പറഞ്ഞത്. അതാണ് ലക്കും ദീനിക്കും വലിയ ദീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന അമൽ ചെയ്താൽ, ഇന്ന പ്രവർത്തനം ചെയ്താൽ ഇന്ന പ്രതിഫലമുണ്ട്, ഇന്ന പണിയെടുത്താൽ ഇന്ന കുറ്റമുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുക എന്ന് പറയേണ്ടത് അത് ആര് പറഞ്ഞോ അത് വിശ്വസിക്കുമ്പോൾ ആ ആളിലേക്ക് ചേർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ മതത്തിലേക്ക് ചേർത്തിക്കൊണ്ട് അവനെ പറയും. അത്രേ ഉള്ളൂ. അതാണ് ദീൻ അറിയേണ്ടത്. അതാ ചോദിച്ചത്. ഈ കോലത്തിലൊക്കെ അങ്ങനെ കണ്ടിട്ട് ഇതിപ്പോൾ ഏത് കോലത്തിലാണ്, ഇത് ഏതാ മതം? ഖുർആൻ ഓതിയിട്ട് കിട്ടി തന്നെയാണോ ഈ കോലം? ഹദീസ് വായിച്ചിട്ട് കിട്ടി തന്നെയാണോ ഈ കോലം എന്നാണ് ചോദ്യം. അതാണ് ദുനിയാവിലെ പ്രാക്ടിക്കൽ ജീവിതത്തെക്കുറിച്ചാണ് ആ ലോകത്തുള്ള ചോദ്യം. പിന്നെ ചോദ്യമുണ്ട്, വമാ ഇൽമുക്ക, എന്തെൻ്റെ കയ്യിലുള്ള അറിവ് എന്നാണ്. എന്താ കയ്യിലുള്ള അറിവ്? ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിന്റെ ഭാഗങ്ങളാണ്. അവിടെ ഇൽമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയേണ്ടത് കാണാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്, ഖറഅതു കിതാബല്ലാഹി വ ആമൻതു ബിഹി വ സദ്ദഖ്തു. ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്കൊക്കെ പറയാൻ പറ്റിയ കാരണം റമദാൻ മാസത്തൊക്കെ പ്രത്യേകിച്ചും ഖുർആൻ അങ്ങനെ ഓതി ഖത്തം തീർത്ത്, 1 തീർത്ത്, 2 തീർത്ത്, 3 തീർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഖറഅതു കിതാബല്ലാഹ് ചിലപ്പോൾ തീർന്നിട്ടും. അടുത്തത് വ ആമൻതു ബിഹി, ആ കിതാബിലുള്ള ഞാൻ എന്താക്കിയിട്ടുണ്ട്? വിശ്വസിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വ സദ്ദഖ്തു ആണ്. തിലാവത്ത് 3 രീതിയിലുണ്ടെന്നാണ്. ഒന്നാമത്തെ തിലാവത്തുൽ ലഫ്ളി, അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ പദങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്തു പോവുക. രണ്ടാമത്തെ തിലാവത്ത് എന്ന് പറഞ്ഞാൽ തിലാവത്തുൽ മഅനവി,
അഥവാ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കി കൊണ്ടുപോകുക. മൂന്നാമത്തെ തിലാവത്ത് എന്ന് പറയുന്നത് തിലാവത്തുൽ ഹുക്മി, അഥവാ പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഈ മൂന്നും കൂടി കൂടുമ്പോഴാണ് ഹക്ക തിലാവത്തിഹി എന്ന് പറഞ്ഞ ആ ആയത്തിൻ്റെ ആളുകളെ നമ്മൾ മാറുള്ളൂ. ആ മൂന്നും ആണ് ഈ ഉത്തരത്തിലുള്ളത്. ഒന്ന് ഖറഅതു കിതാബല്ലാ, ലഫ്ലിയാണ്. ആമൻതു ബിഹി, അതിലെന്തു പറഞ്ഞു അത് വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകണം. അപ്പോൾ അതുകൊണ്ട് ആമൻതു ബിഹി. മൂന്നാമത്തത് വസദ്ദഖ്തു, അർത്ഥം മനസ്സിലായ സംഭവത്തെ സത്യപ്പെടുത്തി എന്ന് പറയണമെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോഴേ സ്വദ്ദഖ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ മൂന്നും കൂടി ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് മാത്രമേ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. അത് വിശ്വാസികൾ മാത്രമായിരിക്കും. അല്ലാത്തവർക്ക്, കപടന്മാർക്കും അതുപോലെ തന്നെ അവിശ്വാസികൾക്കും അതിന് സാധിക്കുകയില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. ആലോചിച്ച് നോക്കണം. ഇത് ഖബറിന്റെ ആദ്യത്തെ ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടം ജീവിതത്തിൽ എല്ലാവരും അനുഭവിക്കേണ്ട ഘട്ടമാണ്. അവിശ്വാസിയുടേതായിരുന്നു മരണമെങ്കിൽ ആകാശത്തു നിന്നും ഇറങ്ങി വരുന്ന മലക്കുകൾ അവർ ഭീകരമായ രൂപത്തിലാണ് വരുന്നത്. കണ്ടാൽ തന്നെ പേടി തോന്നിക്കുന്ന, അറപ്പ് തോന്നിക്കുന്ന രൂപത്തിലാണ് അവരുടെ രൂപഭാഗങ്ങളുള്ളത്. അവിടെ അടുത്ത് ഒരു പ്രത്യേക രൂപത്തിലുള്ള കഫനുണ്ട്. ആ കഫന് സ്വർഗത്തു നിന്നുള്ളതല്ല, അതൊരു പ്രത്യേക ജീവിയുടെ രോമം കൊണ്ടുണ്ടാക്കപ്പെട്ടതാണെന്നാണ് പറഞ്ഞത്. അത് ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിയും. അതിന് ശറഹീത പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അത് ചൊറിഞ്ഞിട്ട് ശരീരത്തിൽ തന്നെ മാംസം അടർന്ന് വീണാൽ പോലും മനുഷ്യൻ ചൊറിച്ചിൽ നിർത്തൂല എന്നാണ്. ആ രൂപത്തിലുള്ള ചൊറിച്ചിലാണെന്നാണ്. ഈ രൂപത്തിലുള്ള രോമം കൊണ്ട് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു കഫൻ പുടവ, ആ കഫൻ പുടവയിൽ വെച്ചുകൊണ്ട് ആണ് ഇവനെ കൊണ്ടോണ്ടിന് മുമ്പ് അവൻ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൻ ആകെ അന്തം വിടണം, ബേജാറാകണം, കണ്ണുകളൊക്കെ തുറിക്കും. എന്താ റബ്ബേ കാണേണ്ടതെന്നാണ്. അപ്പട് ബോധ്യമാവും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞപ്പോൾ വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വമാ ലഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെ ദുനിയാവിൽ നമ്മൾ നബിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു, മാത്രമല്ല പരലോകത്ത് അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കുന്നതാണ്. അവിടെ എന്തുകൊണ്ട് ലമിനൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞില്ല എന്ന് പണ്ഡിതന്മാർ ചർച്ചയുണ്ട്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം ഉണ്ടാകുക എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ്. അതിനുള്ള ഉത്തരം ശൈഖന്മാർ പറയേണ്ടത് കാണാം, ദുനിയാവിൽ നിന്ന് മരിച്ചു പോകണനൊക്കെ മുഅ്മിനായിട്ട് മരിക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് വലാ തമൂത്തുന്ന ഇല്ല അൻതും മുസ്ലിമു എന്നാണ് പറഞ്ഞത്, മുഅ്മിനു എന്നല്ല പറഞ്ഞത്. മരിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിമായിട്ട് മരിക്കണം. കാരണം അള്ളാഹ് എന്താണോ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ആ ആവശ്യപ്പെട്ടതിനെല്ലാം നടപ്പിലാക്കുന്നവനായിക്കൊണ്ട് അതിന് കീഴൊതുങ്ങിയവനായിക്കൊണ്ട് നിങ്ങൾ മരിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്, ഈ മലക്കുകളെ മുമ്പിൽ കാണുന്നതോടുകൂടി അവനക്ക് മലക്കുകളിലുള്ള വിശ്വാസം വന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം വന്ന്, പരലോക വിശ്വാസം വന്ന്, എല്ലാം വന്ന്, അത് ഫിർഔന് വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ, മൂസന്റെ റബ്ബിലും ഹാറൂന്റെ റബ്ബിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആ ഫിർഔന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് അവന്റെ കണ്ണുകൊണ്ട് അവൻ കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ആ ബോധ്യം കൊണ്ട് കാര്യമില്ല. കാരണം തൊണ്ടക്കുഴിയിൽ നിന്നും റൂഹ് മേൽക്ക് എത്തിക്കഴിഞ്ഞു. അത് അതിൻ്റെ മുമ്പ് ബോധ്യപ്പെട്ടാൽ കഴിച്ചിലാവും. അതിൻ്റെ മുമ്പ് ബോധ്യപ്പെടാൻ ഇത് കണ്ണുകൊണ്ട് കാണൂല. റൂഹ് അതായത് ഉറക്കവും മരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറക്കം തലയിൽ നിന്ന് താഴോട്ട് ഇങ്ങോട്ട് വരിക എന്നാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരുന്നോടത്തുനിന്ന് ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആദ്യം തലയാണ് എന്താകുക ആടുക. അതിങ്ങനെ ഇവിടെ ഉറങ്ങണോട് കൂടി ഇവിടുത്തെ പേശികളൊക്കെ ലൂസോ, അതോട് ഇപ്പം നെട്ടും. അതേ സമയത്ത് മരണത്തിൻ്റെ പ്രത്യേകം, മരണം കാൽമെന്ന് ഇങ്ങോട്ട് മേപ്പെട്ട കയറുക. മരണം കാലിൽ നിന്ന് മുകളിലേക്കാണെങ്കിൽ ഉറക്കം തലയിൽ നിന്ന് കീഴ്പോട്ടുമാണ്. ഈ രൂപത്തിലാണ്. ഇതൊക്കെ അള്ളാഹ് സംവിധാനിച്ച ഓരോ സംവിധാനങ്ങളാണ്. ഇന്നഫി ഖൽഖി സമാവാത്തി കണ്ട് ഓതുമ്പോൾ അത്ഭുതങ്ങൾ നമുക്ക് പലതും നമ്മളെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. ഈ രൂപത്തിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ്, അതിൻ്റെ തൊണ്ടയിലേക്ക് ഇവിടുക്കണ്ട് എത്തുമ്പോഴാണ് ഈ മലക്കളിൻ ഈ പറഞ്ഞ അവസ്ഥയും സ്വർഗവും നരകവും ഒക്കെ കാണുന്നുണ്ടാവൻ. അതോടുകൂടി ഓൻ അതിലൊക്കെ വിശ്വസിക്കും. പക്ഷെ ആ വിശ്വാസം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് വല തമൂത്തുന്ന ഇല്ല അൻതു മുസ്ലിമു എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ മിനസ് സ്വാലിഹീൻ എന്നും പറയാനുള്ള കാരണം എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ട് കാണാൻ കഴിയും. അല്ലാഹു അഅലം. പറഞ്ഞു വന്നത്, അപ്പൊ ഇങ്ങനത്തെ അവസ്ഥകൾ നേരിട്ട് ബോധ്യപ്പെടുകയാണ്. അവിടെ മുതൽ തുടങ്ങണം അവൻ്റെ സങ്കടം. കാരണം ആദ്യം സ്വർഗത്തിലെ സ്ഥലം കാണിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞതുപോലെ നീ ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് ലഭിക്കേണ്ടിയിരുന്നത് ആ കാണുന്ന സ്ഥലമാണ്. പക്ഷെ ഞാൻ ജീവിച്ചില്ല, ഇനി എനിക്ക് പോകാനുള്ള ഇതാണെന്ന് പറഞ്ഞ് പിന്നെ നരകം കാണിച്ചു കൊടുക്കുകയാണ്. അതോടുകൂടി അവൻ്റെ ഹസറത്ത്, എന്താ പറയുക, അവൻ്റെ ഖേദെല്ലാം കൂടി പുറത്തേക്ക് വരികയാണ്. എല്ലാം പുറത്തേക്ക് വരിക. കാരണം എന്താ, നമുക്ക് ആകെ ഇവിടെ മാക്സിമം പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ അവസരം കിട്ടും 100 കാരം മാക്സിമം പോയല്ലേ. അത് കിട്ടണം നിർബന്ധമൊന്നുമില്ല. ആമാർ ഉമ്മത്തി ബൈന സിത്തീന വസബഈന റസൂലുള്ളാഹി പറഞ്ഞു. 60-70 ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സെന്നാണ് പറഞ്ഞത്.
പരലോക യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ദിവസം 50,000 കൊല്ലാണെന്നാണ്. ഈ 50,000 കൊല്ലത്തിൻ്റെ 50,000 കൊല്ലവും നമ്മൾ ജീവിച്ച 60 കൊല്ലം ഒന്ന് ആലോചിച്ച് നോക്കണേ. വളരെ കുറഞ്ഞ കാലമാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയേണ്ടത്. എന്നിട്ട് ഈ ദുനിയാവിലെ കുറഞ്ഞ കാലത്തെ ജീവിതത്തിന് വേണ്ടിയാണ് ഈ കഷ്ടപ്പാട് ചെയ്യാനുള്ളത്. എന്നാൽ 50,000 കൊല്ലത്തിന് തുല്യമായ പരലോകത്തെ ജീവിതത്തിന് വേണ്ടി ഒന്നും നമ്മൾ ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്. ഇവനെ നേരത്തെ പറഞ്ഞ വിശ്വാസിയുടെ അവസ്ഥയിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്ന ഇയാൾ വിളിച്ചു പറയും. അതിൻ്റെ തൊട്ട് മുമ്പത്തെ അവസ്ഥയിൽ നാലാമത്തെ ഒരു കാര്യമായി കൊണ്ട് കാണാം, ഒരു ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്ന മാഹാദർ റജുലില്ലദി ബുഇസ ഫീക്കും, നിങ്ങളിലൊക്കെ നിയുക്തനായിരുന്ന ഈ മനുഷ്യനാരാണെന്നാണ്. വിശ്വാസി പറയും മുഹമ്മദ് റസൂലുള്ളാഹിയെന്ന് പറയുന്നത്. അതായത് നബിയെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ട് പോലും ഇല്ലാത്ത മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുവാനും അതുപോലെ തന്നെ അത് നബിയാണെന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കുന്നതാണ്. മറ്റവനാണെങ്കിൽ അതും ഉണ്ടാവില്ല. അങ്ങനെ ഒന്നാമത്തെ ആൾക്ക് വേണ്ടി അഫ്രിശു ലഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നും അവന് വേണ്ടി നിങ്ങൾ വിരിപ്പിനെ നൽകുക, സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ നിങ്ങൾ അവന് തുറന്നു കൊടുക്കുക, എല്ലാ രാവിലും വൈകുന്നേരവും അത് ആസ്വദിക്കാൻ ആവശ്യമായ അവസരങ്ങൾ ഒരുക്കുക എന്നൊക്കെ എന്താക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടായിക്കൊണ്ട് ആവശ്യപ്പെടും. അതൊക്കെ ചെയ്തു കൊടുക്കും. മറ്റവർക്ക് വേണ്ടി നേരെ തിരിച്ചാണ്, നരകത്തിൽ നിന്നുള്ള കവാടം തുറന്നു കൊടുക്കുക, അതിൻ്റെ ചൂടും അതിൻ്റെ ഉഷ്ണവുമൊക്കെ അവൻ്റെ ഖബറിലേക്ക് കടന്നു വരട്ടെ എന്നാണ്. അതിൻ്റെ ഹർറും സമൂമൊക്കെ വരട്ടെ എന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ബർസഖുമായി ബന്ധപ്പെട്ട ജീവിതത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പാഠങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ പാഠമാണ്. ഇത് പറയുന്നത് ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാം, ഒരു അൻസാരിയായ സഹാബി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസ നിസ്കാരം കഴിഞ്ഞ് ജനാസയുമായി മദീനത്തെ പള്ളിയുടെ ഖബർസ്ഥാനിൽ ചെന്ന് ആ ഖബർസ്ഥാനിൽ അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി പറഞ്ഞു കൊടുക്കുകയാണ്, സലുല്ലാഹ തസ്ബീത്ത്, നിങ്ങൾ അള്ളാഹുവിനോട് അവന് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിച്ചോളി കേട്ടോ, കാരണം അതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഇനി വരാൻ പോകണമെന്നാണ്. അതാണ് അവിടുത്തെ അവസ്ഥ. അതിൽ നിന്ന് മനുഷ്യരായി പിറന്ന ആരും മോചിതരല്ല, ആരും, ചെറിയ കുട്ടികൾ വരെ മോചിതരല്ല എന്നാണ്. ഏത് ഖബറിന്റെ ഫിത്രയിൽ നിന്ന് അത് അവർക്കുണ്ടാവും, അവർക്ക് അവരുടേതായ രൂപത്തിലുള്ളതുണ്ടാവുമെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ, അങ്ങനത്തെ ഒരു ഘട്ടം വരാനുണ്ട്, നമ്മൾ ആദ്യം തിരിച്ചറിയാം, അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുക. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഉസൂൽ സലാസാറിൻ്റെ കിതാബിനെ എഴുതിയത്. ഉസൂൽ സലാസയിൽ എന്താ പഠിപ്പിക്കേണ്ടതെന്ന് അറിയാം, മൊത്തം അല്ലാഹ് ആരാണ്, മതമേതാണ്, അതുപോലെ തന്നെ റസൂൽ ആരാണെന്നാണ്. അവിടെ 3 അടിസ്ഥാന കാര്യങ്ങൾ. കാരണം ആ 3 പഠിച്ചാലേ ഖബറിൽ കഴിച്ചിലാവുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും വായിക്കേണ്ട പഠിക്കേണ്ട ഗ്രന്ഥമാണ് അതെന്നാണ്, വേറൊന്നിനല്ല. ഖബറിൽ ഉത്തരം നൽകാൻ വേണ്ടി ജീവിതത്തെ അത് എന്തൊക്കെ റെഡിയാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, സത്യവിശ്വാസികളുടെ ആത്മാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളിൽ തന്നെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ മരണം എന്ന് പറയുമ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. രണ്ടാമത്തത് ശരീരമാണോ മരിക്കുന്നത്, ആത്മാവാണോ മരിക്കേണ്ടത്, അത് വേറെ ചർച്ചയാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവ് വേറിടുകയും അതിൻ്റെ ഭാഗമായി ശരീരം പരിപൂർണമായി നിശ്ചലമാവുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് മരണം എന്ന് പറയാം. ശരീരത്തിലൊരു അവയവം എന്താൻ പാടില്ല, ചലിക്കാൻ പാടില്ല, ഹൃദയമിടിപ്പ് പോലും ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. അപ്പോഴാണ് മരണം എന്ന് പറയാം. ആ രൂപത്തിൽ ഒരാൾ മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? അപ്പോൾ ശരീരത്തിൽ നിന്നും റൂഹ് വേർപ്പെടുന്ന അവസ്ഥക്ക് മരണമെന്ന് പറയുന്നു എങ്കിൽ അത് ശരീരത്തിനുണ്ട് റൂഹിനുണ്ട്. അപ്പോൾ എന്താണ്? ശരീരത്തിൽ നിന്ന് റൂഹ് വേർപ്പെട്ടുകൊണ്ട് റൂഹ് മരിച്ചു എന്ന് പറയാം, അതേസമയം ശരീരം മരിച്ചു എന്ന് പറയാം. പക്ഷേ ശരീരം നശിക്കും, റൂഹ് എന്താവില്ല, നശിക്കൂല. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടോട് വേർപ്പെടുന്നതിനാണ് പറയാം, അല്ല ഇല്ലാതെയാകുക എന്നുള്ള അവസ്ഥക്കല്ല മരണം എന്ന് പറയാം. അത് വേറെ ഫന വേറെയാണ്. എന്നാൽ ആ റൂഹ് പിന്നീട് നശിക്കുന്നില്ല. റൂഹ് നാളെ ഖിയാമം വരെ നമ്മളെ ഖബറിലുണ്ട്. വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയുടെ ഖബറിലുണ്ട്, അവിശ്വാസിയാണോ അവൻ്റെ ഖബറിലുണ്ട്. ഖബറിൽ നിന്നും രക്ഷപ്പെട്ട റൂഹുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട റൂഹാണ്. അവരെ കുറിച്ച് പറഞ്ഞത് സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെയായിക്കൊണ്ട് പച്ചക്കിളികളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെന്താക്കിയിട്ടുണ്ട്, സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അവർ സ്വർഗത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ പറയരുത്. ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവർ റിസ്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അത് വേറെയാണ്. അപ്പം ഈ രൂപത്തിലാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത്. ഇനി നമ്മളതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ചോദിച്ചൊരു സംഭവമുണ്ട്. അതായത് എന്നും രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ചോദിക്കും, എന്താണ് നിങ്ങൾ ഇന്നലെ രാത്രി വല്ലതും എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലമാണ്. സ്വപ്നം ഉണ്ടാകുമ്പോൾ ആ സ്വപ്നങ്ങൾ എന്താക്കും, നബിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നബി അത് വ്യാഖ്യാനിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ബാങ്കൊക്കെ സ്വപ്നത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. പല സഹാബിമാർക്കും സ്വപ്നത്തിലൂടെയാണ് ബാങ്കിൻ്റെ ലഫ്ലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തത്. അവർ വന്ന് നബിയുടെ അടുക്കൽ വന്നു, കാര്യം പറഞ്ഞപ്പോൾ അത് നബി അംഗീകരിച്ചു. അങ്ങനെയാണ് ബാങ്കായി വരുന്നത്. അല്ല ജിബ്രീൽ അലൈഹി സ്വലാം എന്താക്കിയതല്ല, നബിക്ക് ബാങ്കിൻ്റെ ലഫ്ലുകൾ പഠിപ്പിച്ചു കൊടുത്ത് നബി ബാങ്ക് പഠിപ്പിച്ചു കൊടുത്ത് അത് കേട്ട് ബിലാൽ കൊടുത്തതല്ല. ഇങ്ങനെയാണ് ഉറക്കത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് നബിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ നബി എന്നായിക്കോട്ടെ അങ്ങനെ കൊടുത്തുവിടുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നബി ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ചോദിച്ചു, ഇന്നലെ രാത്രി ആരെങ്കിലും വല്ലതും കണ്ടിരുന്നോന്ന് ചോദിച്ചു. സുബഹിസ്കാരം കഴിഞ്ഞപ്പോൾ ആരൊന്നും പറഞ്ഞില്ല, ഒന്നും കണ്ടിട്ടില്ല നബി പറഞ്ഞു. അത് പറഞ്ഞു, ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് 2 ആൾ വന്നു. ഞങ്ങൾ രണ്ടുപേരും സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബലാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. സമറ പറയേണ്ടത് കാണാം, നബി പറയാണ്, ആ 2 പേര് എൻ്റെ അടുത്ത് വന്നു. 2 ആൾ കൂടി എന്നോട് പറഞ്ഞു, ഇൻതലിഖ്, എണീക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഫൻതലഖ്തു, ഞാൻ എണീറ്റു. ഫൻതലഖിന, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി എന്തായി പോയി. ഞങ്ങൾ രാത്രി 3 ആൾ കൂടി പോവുകയാണ്. അങ്ങനെ പോയി ഒരാളെടുത്തെത്തി. അയാളുടെ പ്രത്യേകത, അയാളിങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട്. വേറൊരാൾ അയാളുടെ അടുത്തൊരു വലിയ പാറക്കല്ലുമായി കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ പാറക്കല്ല് ഇയാൾ കിടക്കുന്ന ആളുടെ തലയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ പാറക്കല്ല് എറിയുന്ന സമയത്ത് അയാളുടെ തല ഛിന്ന ഭിന്നമാകുന്നു, തലയിലുള്ളതൊക്കെ പുറത്തേക്ക് തെറിക്കുന്നു, കല്ല് ഉരുണ്ടു പോകുന്ന ഘട്ടത്തിൽ ഇയാൾ എറിഞ്ഞാൾ ആ കല്ലെടുക്കാൻ പോകുന്നു. ആ കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും വീണ്ടും തല പഴയ രൂപത്തിലായിട്ടുണ്ട്. വീണ്ടും ആ ഏറ് അതുപോലെ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത് കണ്ടപ്പോൾ നബിക്ക് എന്താണ് ആകേണ്ട ബേജാറായി. സുബ്ഹാനല്ലാഹ് മാ ഹാദാൻ, നബി പറയേണ്ടത് സുബ്ഹാനല്ലാഹ് മാ ഹാദാൻ, ആരെ 2 ആൾ, ആരെ ഏറിണ്ട്, എന്തിനാണ് ഏറിണ്ടത് എന്നാണ്. അപ്പോൾ ഫഖാല ലി, അവർ 2 പേര് എന്നോട് പറഞ്ഞു, ഇൻതലിഖ്, മുന്നോട്ട് പോട്ടെ എന്നാണ്. അങ്ങനെ ഇൻതലഖ്തു, പിന്നെ ഞാൻ ഓലപ്പം പോയി. അങ്ങനെ പിന്നെ ചെന്ന് നിൽക്കേണ്ടതാണെങ്കിൽ ഒരു ചെരിഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ ചെരിഞ്ഞ് കിടക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകത, അയാളുടെ അടുത്ത് മറ്റൊരാൾ നിൽക്കുന്നു. അയാളുടെ പ്രത്യേകത, അയാളുടെ അടുത്തൊരു കല്ലൂബ് എന്ന് പറഞ്ഞാൽ, കല്ലൂബ് മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ഒരു കൊളുത്തുണ്ട്. ആ കൊളുത്ത് ഈ മനുഷ്യന്റെ വായിലും മൂക്കിലും കണ്ണിലും പ്രവേശിപ്പിച്ചുകൊണ്ട് വയുശർസിദു സിദ്ഖഹു ഇലാ കഫാഹു വമിൻഖറഹു ഇലാ കഫാഹു വഅൈനഹു ഇലാ കഫാഹു, അവൻ്റെ കണ്ണും മൂക്കും അതുപോലെ തന്നെ അവൻ്റെ വായുമൊക്കെ അവൻ്റെ പിരടിയിലേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. ആ ഇരുമ്പിൻ്റെ കൊളുത്തിട്ടിട്ട് അങ്ങനെ ആകെ മുഖത്തിൻ്റെ ഒരു ഭാഗം ഛിന്ന ഭിന്നമാകുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവൻ അങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് ഇങ്ങേപ്പുറത്ത് അങ്ങനെ ചെയ്യും. അപ്പോഴത്തേന് ആദ്യത്തെ ഭാഗം നന്നാവും, വീണ്ടും ഇങ്ങോട്ട് തിരിച്ചെടുത്തു, വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇത് കണ്ടപ്പോൾ നേരത്തെത്തിനെക്കാട്ടിയും വലിയ ഭീകരത. അവൻ അട്ടഹസിക്കുന്നു, വേദന കൊണ്ട് പുളരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മഹാദാൻ, ആരെ 2 ആൾ? അപ്പോൾ പറഞ്ഞു, ഇൻതലിഖ്, പോട്ടെ, മുന്നോട്ട് പോട്ടെ എന്നാണ്, ഇനി മുന്നോട്ട് പോകേണ്ടതെന്നാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയിട്ട് പിന്നെ എത്തുന്നതാണെന്നുണ്ടെങ്കിൽ രക്തം കൊണ്ടുള്ള, അതല്ലെങ്കിൽ രക്തം പോലെ തോന്നിക്കുന്ന ഒരു വലിയ നദിയുടെ അടുത്താണ്. അതിലാണെന്നുണ്ടെങ്കിൽ ഒരാൾ നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ പരിശ്രമിച്ച് കരയിലേക്ക് അടുക്കുന്ന സമയത്ത് കരയിൽ നിന്നും ഒരാൾ ശക്തമായിട്ട് ചുടുകല്ലുകൾ കൊണ്ട് അയാൾ എറിയുന്നു. അയാളുടെ വാ പിളർത്തുന്നു. വാ പിളർന്ന വായിലൂടെ ആ കല്ല് പ്രവേശിച്ച് അതവൻ്റെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്നു. അയാൾ വീണ്ടും ആ പുഴയുടെ മധ്യത്തിലേക്ക് തന്നെ മടക്കപ്പെടുന്നു. അവൻ രക്ഷപ്പെടാൻ വീണ്ടും ആഗ്രഹിക്കുന്നു, തിരിച്ചു വരുന്നു. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വീണ്ടും നബി ചോദിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് മാ ഹാദാൻ, ആരാണ് ഈ 2 ആളെന്നാണ്. അപ്പോഴും ഇന്നോല് പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, നടക്കട്ടെ എന്നാണ്. അങ്ങനെ ഞാൻ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ ഒരു വലിയ തെന്നൂറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ തന്തൂരി റൊട്ടിയൊക്കെ ചുടാൻ വേണ്ടി ഉപയോഗിക്കണ അടുപ്പുണ്ട്, അതിനെ തെന്നൂറ് എന്ന് പറയാം. ഒരു തെന്നൂറിൻ്റെ അടുത്താണ് എത്തിയത്. അതിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ ഭയങ്കര അട്ടഹാസങ്ങളും കോലാഹലങ്ങളും കേട്ടുകൊണ്ടിരുന്നു. ഞാൻ അതിലേക്ക് എത്തി നോക്കി. ഇത്തലഅതു അലൈഹി ഫഇദാ ഫീഹി, അത് ആ സമയത്ത് ആ തെന്നൂറിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ധാരാളം ഉറാത്തും ഒരിയാനുകളായിട്ടുള്ള അഥവാ നഗ്നരായ കുറേ സ്ത്രീകളും പുരുഷന്മാരുമാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്നാണ്. അതിൻ്റെ ഉള്ളിലിട്ട് പോലെ കത്തിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാ ഹൗലായി, ആരാണ് വരുന്നതാണ്? അപ്പോൾ പറഞ്ഞു, ഇല്ല, അഞ്ഞുണ്ട്, പോട്ടെ എന്നാണ്, മുന്നോട്ട് പോവാന്നാണ്. വീണ്ടും പോയി മുന്നോട്ട്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും അങ്ങനെ മുന്നോട്ട് പോയി അവസാനം എത്തിപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യനെ പോലത്തെ ഒരാളെടുത്താണ്.
അയാളുടെ ചുറ്റുമായി കൊണ്ടൊരു വലിയ തീക്കുണ്ടാരമുണ്ട്. ആ തീക്കുണ്ടാരം ഇങ്ങനെ അയാളിങ്ങനെ മറിച്ച് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അയാളോട് നബി ഒന്നിങ്ങനെ സലാം ചൊല്ലി, അസ്സലാമു അലൈക്കും. ഒന്നിങ്ങനെ ഗൗരവത്തിലൊന്നും ഇങ്ങനെ നോക്കി തിരിച്ചു നോക്കി എന്നാണ്. സലാം മടക്കിയതായിട്ട് ഹദീസ് റിപ്പോർട്ടൊന്നും കാണില്ല. അപ്പോൾ ആരാണ് ഈ മനുഷ്യൻ? എത്ര വലിയൊരു എന്താ പറയുക, നബിനെ കണ്ടിട്ടും കൂടി ഒരു ചിരിച്ചാത്ത, അത്ര കണ്ട് മനസ്സ് കടുത്ത ആരായിക്കാരം ഉണ്ടാകാന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരാ ഇയാളെന്ന്. നബിയെ ഇഞ്ഞുണ്ട്, കാണാനുണ്ടെന്നാണ്. അങ്ങനെ ഞങ്ങളൊരു വലിയ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തെത്തി. എന്നോട് ആ മരത്തുമ്മ കൂടെ കയറി മറിയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മരത്തുമ്മ കയറാറില്ല, കയറിക്കൂടുന്നാണ്. അങ്ങനെ ഞാൻ കയറി ആ ദൗഹൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ട് ഒരു വലിയ മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ആ വലിയ മനുഷ്യൻ്റെ നീളം കാരണത്താൽ അദ്ദേഹത്തിൻ്റെ തല കാണാൻ കഴിയണില്ല എന്നാണ്. അത്ര നീളമുള്ള മനുഷ്യനാണ്. അയാളെ ചുറ്റുമായിട്ട് കുറേ കുട്ടികൾ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരാണ് ഈ കുട്ടികൾ, ഏതാണ് ഈ മനുഷ്യൻ എന്നാണ്. ഞാനത് നോക്കി, പക്ഷെ എനിക്ക് മൂപ്പരെ തല കാണാൻ കഴിഞ്ഞില്ല, അത്ര നീളമുണ്ടെന്ന്. അപ്പോൾ കുറച്ചുകൂടി പോകാണ്ടെന്നാണ്. അങ്ങനെ പോയി സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടൊക്കെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കുറേ പട്ടണങ്ങളിലൂടെയാണ് പിന്നെ അടുത്ത യാത്ര. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു നദിയുടെ അടുത്തെത്തി. ആ നദിയുടെ പ്രത്യേകത വെള്ള നിറത്തിലുള്ള പാല് പോലെ ഒഴുകുന്ന ഒരു നദിയാണ്. റസൂലുള്ളാഹി പറയണത് അതിൻ്റെ അടുത്തുണ്ട് വേറൊരാൾ നിൽക്കണം. അയാളുടെ പ്രത്യേകത, ഞാൻ കണ്ട മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എത്ര സൗന്ദര്യം ഉള്ള വേറെ മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടില്ല. അത്ര സൗന്ദര്യമാണ് അയാളെ പകുതി. അതേപോലെ തന്നെ അയാളെ വേറെ പകുതി ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വെറുക്കപ്പെടുന്ന രൂപമാണെന്നാണ്. രണ്ടും കൂടി മിക്സാക്കിയ മനുഷ്യൻ്റെന്നാണ്. അയാളോട് അവിടെ നിൽക്കുന്ന ആൾ പറയുന്ന പുഴയിൽ പോയി കുളിക്കാൻ പറയുന്നു. അങ്ങനെ കുളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ആ പഴയ അവസ്ഥകളൊക്കെ മാറിയിട്ടുണ്ട്, അയാൾ നല്ല സുന്ദരനായിട്ടുണ്ടെന്നാണ്. പിന്നെ ഇങ്ങനെ നബി മുന്നോട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു വെള്ളിമേഘം പോലെ ഒരു സാധനം ഇങ്ങനെ ആകാശത്ത് കണ്ടപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു എന്നാണ്. അവിടെ മുതലാണ് പിന്നീട് ഈ ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനൊന്ന് കയറി വെക്കട്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ കയറാൻ നേരായിട്ടില്ല, അത് നിങ്ങൾക്കുള്ള കൊട്ടാരമാണ്. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കൊട്ടാരമാണ്, കയറാൻ ഇപ്പം നേരായിട്ടില്ല എന്നാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, എന്നാൽ തുടക്കം മുതൽ കണ്ട കാര്യം ഒന്ന് പറഞ്ഞു തരുമെന്നാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. കൊണ്ടേതാരെന്ന് വെച്ചാൽ ഒന്ന് ജിബ്രീലാണ്, രണ്ടാമത്തത് മീകായിലായിരുന്നു എന്നാണ്. അത് മിഅ്റാജുമായി ബന്ധപ്പെട്ട സംഭവമേ അല്ല, ഇത് വേറെ സംഭവമാണ്. കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത് ഒന്നാമത്തെ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അയാൾക്ക് വിശുദ്ധ ഖുർആൻ ലഭിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം അത് ജീവിതത്തിൽ പകർത്തിയില്ല. രണ്ടാമത്തെ അയാൾ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യനാമു ഇൻദൽ മക്തൂബ, നിർബന്ധ നിസ്കാരത്തിന്റെ സമയത്ത് അയാൾ കിടന്നുറങ്ങുന്നവനായിരുന്നു എന്നാണ്. രണ്ട് കുറ്റാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മുഹമ്മദ് നബിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണെന്ന് അർത്ഥം. ഖുർആൻ ലഭിച്ചിട്ട് ആ ഖുർആനിനെ സ്വീകരിക്കാത്തവനാണ് അവൻ. ഖുർആനെ സ്വീകരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് പറയുന്നൊരു പരാതിയുണ്ട്, പടച്ച റബ്ബേ ഇവൻ എന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ആ തള്ളിക്കളയുന്നത് 70 രൂപത്തിലുള്ള തള്ളലുകൾ. നമ്മളിപ്പോഴത്തെ ഭാഷയിലെ തള്ളലല്ല, ഒഴിവാക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള 70 രൂപത്തിൽ ഖുർആനിനെ തിരസ്കരിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഇബ്നു ഖയ്യിം ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. 70 രൂപ ഖുർആനെ തിരസ്കരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യാതിരിക്കൽ തുടങ്ങി അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് എണ്ണുന്നുണ്ട്. അതിൽ ഏറ്റവും അദ്ദേഹം എത്രത്തോളം എണ്ണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസുഖമുണ്ടാകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഒക്കെ ഓതികാണ്ട് എന്താക്കാറുണ്ടായിരുന്നു, ഊതി ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു. അതുപോലും ചെയ്യാത്തത് വരെ ഇതിലപ്പെടാന്നാണ്. നമ്മൾ സോക്കലുണ്ടെന്ന് പറയുമ്പോൾ ഒരു മണ്ഡലമാണ് ആശുപത്രിക്ക് പോകണ്ടെന്നല്ല, ആശുപത്രിയിൽ പോകണം, ഡോക്ടറെ കണക്ക് വേണം, ഒക്കെ വേറെയാണ്. എന്നാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മരുന്നാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്, എന്ത് ഖുർആൻ കൊണ്ടുള്ള ചികിത്സ. അത് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയേണ്ടതാണ്. അതിന് ഒരു പ്രത്യേകിച്ച് ആരാവശ്യമില്ല, ഒരു പ്രത്യേക റാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും റുഖിയ നടത്തേണ്ടവരാണ്. ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു ഓതിയിട്ടും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിയിട്ടും ആമന റസൂൽ ഓതിയിട്ടും ആയത്തുൽ കുർസി ഓതിയിട്ടും അതിനൊക്കെ മഹത്വങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുവരെ ചെയ്യാത്തവൻ ഖുർആൻ ഒഴിവാക്കിയവന്റെ കൂട്ടത്തിലുണ്ടാകാന്നാ പറഞ്ഞത്. അത് വേറെ തന്നെ പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ സൂചനകൾ നൽകുന്നു മാത്രം. പറഞ്ഞു വന്നത്, അപ്പോൾ ഖുർആൻ ലഭിച്ചിട്ട് അത് സ്വീകരിക്കാതെ അത് ഉപേക്ഷിച്ചവനായിരുന്നു, നിർബന്ധ നിസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവനായിരുന്നു അവൻ എന്നാണ്. രണ്ടാമത്തെ മനുഷ്യന്റെ പ്രത്യേകത പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ രാവിലെ വീട്ടിൽ നിന്നുകൊണ്ട് ഇറങ്ങും, എന്നിട്ട് അവൻ്റെ പകര് കളവുണ്ട് പറയും. ആ കളവ് സമൂഹം ഏറ്റെടുക്കും. എന്നിട്ട് അത് ചക്രവാളത്തിൽ എത്തുമാർ രൂപത്തിൽ ആ കളവ് വൈകുന്നേരം ആകുമ്പോഴത്തേന് നാട്ടിൽ ഇവൻ പാട്ടായിട്ടുണ്ടാവും. വളരെ എളുപ്പമാണ്, വെറുതെ ഫേസ്ബുക്കിൽ സാധനം ഇട്ടാൽ മതി. അതന്നെയാണ് അത്. വാട്സപ്പിൽ ഒരു
നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാർത്ത സത്യസന്ധമാണെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞിലുണ്ടാകുക. കാരണം ഫോർവേഡ് ചെയ്യുന്നതോടുകൂടി എന്തായി കഴിഞ്ഞു, അത് പല ആളുകളിലേക്കാണ്, നിമിഷ നേരങ്ങൾ കൊണ്ട് 10,000ങ്ങളിലേക്കാണ് സ്പ്രെഡ് ആകുന്നത്. അതിൽ ആരെങ്കിലും ഒരുത്തൻ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആരൊക്കെ ഉണ്ടോ അവൻ്റെ അടുക്കൊക്കെ എത്തിയത്, എല്ലായിടത്തും എത്തി. കളവായിരുന്നു എങ്കിൽ ഇതിലാണ് വരിക, യുഷർഷിദു സിദ്ഖഹു ഇലാ കഫാഹു വ മിൻഖറഹു ഇലാ കഫാഹു വ ഐനുഹു ഇലാ കഫാഹു. റസൂലുള്ളാഹി പറയാ. മൂന്നാമത്തെ ആള് അതാരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പലിശ തിന്നണവനായിരുന്നു എന്നാണ്. പലിശ ഭക്ഷിക്കണവനായിരുന്നു. പലിശ ഭക്ഷിക്കണവനാണ് ആ രക്തത്തിന്റെ പുഴയിൽ കിടന്ന് നീന്തേണ്ട ഗതികേട് എന്നത്. നനങ്ങിയ ലോൺ എടുക്കണ കാലാണ് അല്ലേ? എന്തിനും ലോണ്, ഓടാണ്, വീടുണ്ടാക്കാൻ ലോണ്, വണ്ടി എടുക്കാൻ ലോണ്. ഇപ്പോൾ വണ്ടി റെഡി കാശ് കൊടുത്തെടുത്താൽ ടാക്സ് കൊടുക്കേണ്ടി വരില്ല എന്നാണ്. നമ്മളെ അക്കൗണ്ടിലുള്ള പൈസ എടുത്ത് വാങ്ങണമെങ്കിൽ എന്ത് ടാക്സ് ഉള്ളത്? അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ ഇടാതെ വേറെ എന്തൊക്കെയോ പൈസ നമ്മളൊക്കെ കള്ള പൈസ ഉണ്ട്, അതുകൊണ്ടാണ് എന്താക്കേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അക്കൗണ്ടിലുള്ള പൈസ കൊടുത്താണ്, റെഡി കാശ് കൊടുത്താണ് പൈസ വണ്ടി അങ്ങനെ എന്ത് ടാക്സ് ഉള്ളത്? അതാ വാങ്ങുമ്പോഴുള്ള ടാക്സ് ഉണ്ടാവും, അല്ലാതെ എന്ത് സാധനം വാങ്ങുമ്പോഴും ഇല്ലേ മുട്ടുസൂചി അങ്ങ് കൊടുക്കണ്ടേ? അതിനും ലോൺ എടുക്കുക. ഇപ്പണ്ട് EMI എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാട്, EMI എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാട്. എന്താ പറയേണ്ടത്? ആ പൈസ തന്നെ ഉണ്ടാവുള്ളൂ, പ്രശ്നമൊന്നുമില്ല, ആദ്യം തന്നെ പൈസ പറയും, ആ പൈസ എന്താക്കിയാൽ മതി, അങ്ങനെ അടച്ചെടുത്താൽ മതി എന്നാണ്. ഒക്കെയാണ്. പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉണ്ട്, അടവ് തെറ്റിയാലോ എന്നാണ് ചോദ്യം. അടവ് തെറ്റിയാൽ ഫൈൻ അടക്കേണ്ടത്. ആ ഫൈന് പലിശയാണ്. കാരണം കച്ചവടം ചെയ്യേണ്ടതിന് മുമ്പ്, കച്ചവടം പിരിണ്ടതിന് മുമ്പ് ഒരു സംഖ്യ തീരുമാനമായിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെ നയാ പൈസ കയറാൻ പറ്റില്ല. കിസ്ത് നമുക്ക് പറ്റും, ഇൻസ്റ്റാൾമെന്റ് നമുക്ക് പറ്റും, ഒരു പ്രശ്നമില്ല. 100 റുപ്യേൻ്റെ ഞാൻ 100 റുപ്യക്ക് ഇത് റെഡി കാശിന് ഇപ്പോൾ വിൽക്കുക, റെഡിയാണ്. അതല്ല 10 ഗഡുക്കളായിട്ടാണ് നിങ്ങൾക്ക് എന്താക്കണം 150 റുപ്യ എന്നാൽ മതി എന്ന് പറയാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒരു മാസം തന്നിട്ടില്ലെങ്കിലോ, തന്നിട്ടില്ല തന്നെ തച്ച് വാങ്ങാൻ വകുപ്പൊന്നും ഉണ്ടാവില്ല. അതാണ് ഇസ്ലാമിലെ തഖ്സീത്ത് എന്ന് പറയുന്നത്. ഇവിടെ പലിശയാണ് വരേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാള് സാധു അദ്ദേഹം വരികയാണ്, ഞാനൊരു ഹോം അപ്ലയൻസ് നടത്തുന്ന ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പോലെ സക്കാത്തിൻ്റെ മസാല ചോദിച്ചാൽ വരികയായിരുന്നു, കാരണം അങ്ങനത്തെ ആൾക്കാർ അതാ വരിക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട പൂട്ടേണ്ട അടുത്താണ് ഉസ്താദ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം നമ്മളെ ആൾക്കാർ തന്നെ എല്ലാവരും ഇപ്പോൾ പല കമ്പനികളുമായി ടൈപ്പായിട്ട് എല്ലാ സാധനം EMI കൊടുക്കണം. ഞാനത് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്ക് ഇതുവരെ തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കച്ചവടത്തിന് ഒരു മനുഷ്യനെന്താണില്ല, കടയിൽ കയറണില്ല, കയറണ മുഴുവനും EMI ഉള്ളിടത്ത് കയറുകയാണ്. ഇനി ഞാൻ പിന്നെ എൻ്റെ സ്വന്തം റിസ്കിൽ എന്താക്കി ബൈ തഖ്സീത്ത് എന്നുള്ളവർക്ക് കൊടുത്തോനാണ് പിന്നെ പൈസ തിരിച്ചു തരണില്ല എന്നാണ്. മറ്റവർക്ക് EMI ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൽ ഇത് വരുമല്ലോ, ഫൈന് വരുമല്ലോ വിചാരിച്ചിട്ട് മാസം മറ്റവരെന്താക്കുന്നുണ്ട്, മറ്റേ കടകളിലൊക്കെ അടക്കണുണ്ട്. ഇൻ്റെത് മാത്രം ഇപ്പോൾ എന്താണ് പറയുക, വലിയൊരു സംഖ്യ പറഞ്ഞ് നമ്മളെ ആൾക്കാർ അഥവാ മുസ്ലിങ്ങൾ വാങ്ങിയിട്ട് തന്നെ ഇതുവരെ എന്താക്കിയിട്ടില്ല, തിരിച്ചു തന്നിട്ടില്ല എന്ന്. എന്നോട് കമ്പനിക്കാർ ചോദിക്കുന്നു, നിങ്ങൾക്ക് EMI രജിസ്റ്റർ ചെയ്തൂടെ, പ്രശ്നം തീർന്നില്ലേ, കച്ചവടം മര്യാദക്ക് നടക്കൂലേ എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. മാന്യമായി കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിന് കച്ചവടം ചെയ്യാൻ കഴിയാതെ പോകാനുള്ള കാരണം എന്താണ്? ഇത്തരം പലിശയുടെ പിന്നാലെ പോണ മുസ്ലിങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. എന്നാലോ ഇസ്ലാമികമായി കൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒന്ന് കൊടുത്തു നോക്കിയാലോ, എന്നാൽ പിന്നെ ഓൻ്റെ വെയ്ത്തിലെ നടക്കാൻ വേറെ നിശ്ചയിക്കേണ്ട ഗതികേടാണ്. എങ്ങോട്ട് നമ്മൾ ഇതൊക്കെ ആയിട്ട് പോകേണ്ടത്? രക്തസാക്ഷി തന്നെ ആയിന്ന് വിചാരിച്ചോളി, അള്ളാന്റെ മാർഗത്തിൽ കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അതിന്റെ എല്ലാ ഷർത്തും ഫർളും ഒത്തകാണ്ട് തന്നെ ഒരുത്തൻ രക്തസാക്ഷിയായി സ്വർഗത്തേക്ക് കയറാൻ പറ്റൂല, അവനക്ക് കടം അവശേഷിക്കുന്നുണ്ടെങ്കിൽ എന്നാണ്. ചില ആൾക്കാർക്ക് തോന്നലുണ്ട്, എന്താണെന്ന് വെച്ചാൽ വാപ്പാരോട് മരിച്ചു കഴിഞ്ഞാൽ വാപ്പാര കടം വീട്ടേണ്ട ബാധ്യത മക്കൾക്കുണ്ടെന്ന്. ഒരു ബാധ്യത മക്കൾക്കില്ല. വാപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വാപ്പൻ്റെ വീട്ടിൽ പോകണം. ബാധ്യത ഉണ്ട് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടാൻ ആവശ്യമായ സ്വത്തോടെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിയിട്ട് സ്വത്ത് ഓരിയെക്കാന്നല്ലാതെ ബാക്കി ആര് കടമുണ്ടാക്കിയോ അവൻ്റെ കടം വീട്ടേണ്ട ബാധ്യത ആർക്കില്ല. കൊടുക്കുമ്പോൾ നല്ല ആലോചിച്ചോളി, ഇസ്ലാമികരായിട്ട് എന്താ ഇല്ല, ബാധ്യത ഇല്ല, ആർക്കും ഇല്ല, അനന്തരാവകാശിക്ക് ഇല്ല. അനന്തരാവകാശികൾക്ക് ബാധ്യത ഉണ്ടാവേണ്ട എപ്പോൾ മാത്രമേ ഉള്ളൂ, ഇയാൾ അനന്തരമായിട്ട് സ്വത്ത് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഏത് സമയത്ത് റൂഹ് തിരിച്ചു പോകാൻ ഒരു പിടുത്തുണ്ടാവില്ല. അത് നമ്മളോട് ആരോടും പഠിച്ചോ പറഞ്ഞിട്ടുമില്ല. അതാണ് രക്തസാക്ഷിയായിട്ടാണ് മരിക്കുന്നത് എങ്കിൽ പോലും കടമുള്ളവനായിക്കൊണ്ടാണ് മരിക്കേണ്ടത്. ഈ സ്വർഗത്തേക്കാണ് കയറാൻ പറ്റില്ല, അവിടെ കവാടത്തേക്ക് നിർത്തും. കാരണം
എന്തെങ്കിലും കടമിടപാട് ബാക്കിയുണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ടേ സ്വർഗത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അവിടുന്നാണെങ്കിൽ ആർക്കും പൈസയും വേണ്ടി വരില്ല. എന്താടാ എൻ്റെ പൈസ ഒന്ന് നമ്മളെങ്കിലും ഉണ്ടാവില്ല, 2 ഇഞ്ച് ഉണ്ടെങ്കിൽ തന്നെ കൊടുത്താൽ തന്നെ ആർക്കും പൈസ വേണ്ടു. അപ്പൊ പിന്നെ എന്താ ഉണ്ടാകുക? അമല് തിരിച്ചു കൊടുക്കേണ്ടി വരും. ദുനിയാവ് നമ്മൾ ഉണ്ടാക്കിയ അമല് തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് കൊടുക്കുന്നതോട് കൂടി പിന്നെ അവൻ പാപ്പറായി. മനിൽ മുഫ്ലിസ്, അള്ളാഹു റസൂൽ ചോദിച്ചു ആരെ മുഫ്ലിസ് എന്ന് അറിയില്ല എന്നാണ്. ദീനാറും ദിർഹമും ഇല്ലാത്തവരല്ല, അമലുമായിട്ട് വന്നിട്ട് മറ്റവനക്ക് വീതം വെച്ച് കൊടുക്കേണ്ടി വരുന്ന കുറെ സാധുക്കളുണ്ട്. പിന്നെ വീതം വെച്ച് കൊടുക്കാനില്ലാതായപ്പോൾ ഓൻ്റെ പാപങ്ങളും കൂടി പേറിയിട്ട് നരകത്തേക്ക് പോകേണ്ടി വരുന്നവൻ. അവിടെയാണ് നമ്മൾ ഈ പലിശൻ്റെ മനസ്സിലാക്കേണ്ടത്. ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായി പഠിക്കാത്ത ഒരു മനുഷ്യനും ഒരു കച്ചവടം നടത്താൻ പറ്റില്ല. തമാശ പറഞ്ഞതല്ല, ഇസ്ലാമിന്റെ വിധിയാണ് പറഞ്ഞത്. താൻ നടത്തുന്ന കച്ചവടത്തിന്റെ ഇസ്ലാമിക വശങ്ങൾ അറിയാത്ത ഒരു മനുഷ്യനും കച്ചവടം നടത്തൽ ഹലാലല്ല എന്ന്. കാരണം കച്ചവടത്തിലൂടെ പലിശ കടന്നു വരുന്ന വഴികൾ ഏതൊക്കെയെന്ന് പഠിക്കണം. 10 റുപ്യക്ക് 9 രൂപയുടെ എന്താണ് 10 റുപ്യ എടുത്ത് 9 റുപ്യേന്റെ സാധനം വാങ്ങിയിട്ട് 1 റുപ്യക്ക് പകരം മിഠായും വെച്ച് നീട്ടുന്ന ഏർപ്പാടുണ്ട്. ഹറാമാണ്, പലിശയാണ്. ഹറാമാണ്, പലിശയാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ എന്താണ് മദീനയിലെ അങ്ങാടിയിൽ കച്ചവടം തുടങ്ങാൻ വേണ്ടി ആരെങ്കിലും വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സമ്മതം ചോദിക്കും, അല്ല ഫിഖ്ഹു തിജാറ പഠിച്ചിക്കണമെന്നാണ്, കച്ചവടത്തിന്റെ കർമ്മശാസ്ത്രം പഠിച്ചിക്കണമെന്നാണ്. ഇല്ല, എന്നാ പഠിച്ചിട്ട് പോയി ഇങ്ങോട്ട് വാ, അപ്പം നമുക്ക് തുടങ്ങാമെന്നാണ്. അന്ന് ലൈസൻസ് ഇട്ടണമെങ്കിൽ അത് പഠിക്കേണ്ടിനി. ഇന്ന് നമ്മൾ എന്താക്കുന്നു? ഇന്ന് നമ്മൾ വലിയ 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 ബിസിനസ് ശൃംഖലകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നമ്മൾ ലീഗൽ അഡ്വൈസർമാരെ വെക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു ശരിയ അഡ്വൈസർ എന്തുകൊണ്ട് ഒരു മുസ്ലിം വെക്കണില്ല? ലീഗൽ അഡ്വൈസർ വേണം. ജീവിക്കുന്ന നാട്ടിലെ നിയമങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ടതൊക്കെ അറിഞ്ഞ് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ലീഗൽ അഡ്വൈസർ ഉള്ളതുപോലെ പോകാനിരിക്കുന്ന ഒരു നാടുണ്ടല്ലോ, യഥാർത്ഥ നാട്, ഹിയൽ ഹയവാൻ. ആ ജീവിതത്തിൽ കഴിച്ചിലാകാൻ വേണ്ടി എന്തുകൊണ്ടൊരു ശരിയ അഡ്വൈസർ വെക്കണില്ല? വെക്കേണ്ട നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വാങ്ങുന്ന പൈസ ഹലാലാകണമെങ്കിൽ വരുന്ന വഴിയും പോകുന്ന വഴിയും അത് കയറി ഇറങ്ങുന്ന വഴിയൊക്കെ ഇസ്ലാം പറഞ്ഞ വഴിയാണോ എന്ന് കൃത്യമായി അറിയുന്ന ഒരാൾ ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ ഖബറിലെ ദുരന്താണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞതൊന്നും നാളെ പരലോകത്തു നിന്നുള്ളതല്ല, ഖബറിലുള്ളതാണ്. അത് പറയാനാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മറ്റതിൽ ആ തെന്നൂറിൽ കിടന്ന് എന്താണ് ഇളകി മറിഞ്ഞുകൊണ്ടിരുന്ന കത്തിക്കരിഞ്ഞുകൊണ്ടിരുന്നവരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വസ്സുനാത്ത് വസ്സവാനി എന്നാണ് പറഞ്ഞത്. വ്യഭിചാരികളായ പുരുഷന്മാരും വ്യഭിചാരിണികളായ സ്ത്രീകളുമായിരുന്നു എന്നാണ്. ഇന്ന് വ്യഭിചാരം സാർവത്രികമാണ്, ഒരു പ്രശ്നമില്ല. അത് എന്താണ് മനുഷ്യന്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ആരുമായി കൊണ്ട് രമിക്കാം, ആർക്കും ആരുമായി കൊണ്ട് പങ്കിടാം. അതിൽ ആർക്കും എന്തില്ല, ആരും തടയാൻ പറ്റൂല. ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ഭാര്യ ഇറങ്ങിപ്പോയി വേറൊരുത്തൻ്റെ ഒപ്പം പോയാൽ പോലും ചോദിച്ചാലും എന്തില്ല, വകുപ്പില്ല എന്ന രൂപത്തിൽ നിയമമുള്ള നാട്ടിൽ നമ്മൾ ജീവിക്കേണ്ടത്. അത് അവകാശം എന്നാണ്. അതിനുവേണ്ടി വാദിക്കുന്ന LGBTQIA2+ പോലെയുള്ള സംഘടനകൾ, അതിനുവേണ്ടി എന്താണ് പറയുക, മഴവില്ലും വരച്ച് മുഖത്തരച്ചാണ് നടക്കണ മനുഷ്യന്മാർ, അവനൊക്കെ തന്നെയാണ് ഈ പറഞ്ഞതെന്ന്. അവനെക്കുറിച്ചൊക്കെ തന്നെയാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, അസ്സുനാത്തു വസ്സവാനി. അതുകൊണ്ട് തന്നെ ഇത്തരം മഹാദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. ആ തീ മറിച്ചിട്ട് കൊണ്ട് നടന്നിരുന്ന ആരാന്ന് ചോദിച്ചപ്പോൾ നരകത്തിനെ കാക്കണ മാലിക്കാണ് അതെന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞത്. അള്ളാഹ് ആ പടപ്പിനെ പടച്ചിൻ്റെ ശേഷം ചിരിച്ചിട്ടില്ല എന്നാണ്. ചിരിക്കാന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ എന്തെങ്കിലും ഒരു അംശം, റഹ്മത്തിന്റെ ഒരു അംശം മനസ്സിലുണ്ടെങ്കിൽ എന്താ ഉള്ളൂ, പുറത്തേക്ക് ചിരി വരുള്ളൂ. അങ്ങനെ സംഭവം തന്നെ ഉപരിക്കില്ല എന്ന് പറഞ്ഞു. കാരണം നരകം എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ ലോകമല്ലല്ലോ. ചിരിക്കണമെങ്കിൽ ഇന്ന് ചിരിക്കേണ്ടി നിങ്ങളെ കണ്ടപ്പോൾ അതുണ്ടായിട്ടില്ലല്ലോ എന്നാണ്. അതുകൊണ്ടാണ് നരകത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞ ഇലാലുൻ ഷിദാദ് അലൈഹ മലായികത്തുൻ ഇലാലുൻ ഷിദാദ് എന്ന് പറഞ്ഞത്. അതിന് കാവൽ നിൽക്കുന്നത് പരുഷരും അതുപോലെ തന്നെ ശക്തരുമായിട്ടുള്ള മലക്കുകളാണെന്നാണ്. പല നേതാവാണ് മാലിക്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആയിരുന്നു. ആ കുട്ടികളെന്ന് പറയുന്നത് ഫിത്രത്തോടു കൂടി മരിച്ചുപോയ മക്കളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്വർഗമായിരുന്നു പിന്നെ കണ്ടത്, അഥവാ വെള്ളിയുടെ ലോകമുള്ള വെള്ളികൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്വർഗമുണ്ട്, സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്വർഗമൊക്കെ ഉണ്ട്. സൂറത്തുൽ വാഖിയും അതുപോലെ തന്നെ നജ്മൊക്കെ റഹ്മാനൊക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ബോധ്യമാകേണ്ടതാണ്. പിന്നെ അവസാനം കണ്ടതെന്ന് പറഞ്ഞത് അദിൻ എന്ന് പറയുന്ന സ്വർഗമാണ്. അദിന് അതിന് പേര് കിട്ടാനുള്ള കാരണം ആ ഒഴുകിയ നദിൻ്റെ പേര് അദിൻ എന്നാണ്. നന്മയും തിന്മയും ജീവിതത്തിൽ കടന്നു വരികയും എന്നാൽ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്ന മനുഷ്യന്മാർ അവിടെ പാകപ്പിഴവുകളുടെ ഭാഗമായി കൊണ്ടാണ് ജീവിതത്തിൽ എന്ത് വന്നത്, ഒരു ഭാഗം കറുത്തിരുണ്ട് വിരൂപമായ അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിയതെന്നാണ്. പിന്നീട് അള്ളാഹ് പുറത്തു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് അതിനിൽ കുളിച്ച് അവൻ്റെ പാപക്കറകൾ മുഴുവൻ കളഞ്ഞ് സുന്ദരനായിക്കൊണ്ട് സ്വർഗത്ത് പോകാനുള്ള അവസരം കൊടുത്തു എന്നാണ്.
ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഖബറിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ വിശാലാണ്. നമ്മൾ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല. ഞാൻ അറബി ഉദ്ധരണികൾ കൂടുതൽ ഉദ്ധരിക്കാഞ്ഞാൽ അത്രയും സമയം കൂടി മലയാളത്തിൽ പറയല്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കാണാം, അതായത് ഒരിക്കലും ഖബറിലും ഈ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, വിശ്വാസികളായ ആളുകളുടെ ആത്മാക്കൾ തമ്മിൽ ഒരുമിച്ച് കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഒരിക്കലും സ്വർഗാവകാശികളായ ആളുകളുടെ ആത്മാക്കൾ നരകാവകാശികളായ ആളുകളുടെ ആത്മാക്കളെ കാണൂല, നരകാവകാശികളായ ആത്മാക്കൾ സ്വർഗാവകാശികളെ കാണൂല. ഇങ്ങനത്തെ അവസ്ഥകൾ അള്ളാഹു ഖബറിലും സംവിധാനിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരു ഖബറിനെ കുറിച്ചുള്ള അതല്ലെങ്കിൽ ബർസഖിനെ കുറിച്ചുള്ള ഒരു ചെറിയ സൂചന. മാത്രമല്ല ബർസഖിൻ്റെ പ്രത്യേകത, ആദം നബി അലൈഹി ഇസ്ലാം എത്ര കാലം ബർസഖിൽ കഴിച്ചു കൂട്ടേണ്ടതുണ്ടോ അത്ര കാലം ലോകാവസാനത്തിൻ്റെ അന്ന് മരിക്കണവനും ബർസഖിൽ കഴിച്ചു കൂട്ടണം. അതങ്ങനെ ഒരു ലോകമാണ്, എല്ലാവർക്കും ഒരേപോലെയാണ്, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം മാത്രം ആലോചിച്ചാൽ മതി. ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നമ്മളൊക്കെ 10 മാസം അല്ലെങ്കിൽ 9 മാസം ചെല്ലാനും നിന്നിട്ടാണ് പോന്നിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ പോകുന്നു. അതേപോലെ തന്നെ പരലോകത്തേക്കുള്ളൊരു ഗർഭപാത്രമാണിത്. അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടേണ്ട കാലം അങ്ങനെയാണ്, എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, പഠിച്ചോൻ്റെ ആദം നബി അലൈഹി ഇസ്ലാമൊക്കെ എന്ന് പറയുമ്പോൾ എത്ര അവിടെയാണ് അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ്ക്ക് ഇതൊക്കെ കഴിയുന്ന ഒരു പ്രശ്നമുള്ള ഏർപ്പാടല്ല. 33-ാമത്തെ വയസ്സിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് ഉയർത്തിയത്. തിരിച്ചു വരുമ്പോൾ 33 വയസ്സേക്കാരെന്നാണ്. എന്താ കാരണം? അവിടെ ഒരു ദിവസം കൂടി മുന്നോട്ട് പോയിട്ടില്ല. 50,000 കൊല്ലമുള്ള ലോകത്തേക്കാണ് ഉയർത്തിക്കേണ്ടത്. ഈസാ നബി ജനിച്ചിട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ 2023 കൊല്ലമായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. 50,000ക്ക് ഇനി എത്ര എത്തണം? അപ്പോഴേ 50,000 അവിടെ പോകുമ്പോഴല്ലേ ഒരു വയസ്സിന് മറിയുള്ളൂ. കലണ്ടർ ഒന്നാണ് മറിഞ്ഞാലല്ലേ ഒരു വയസ്സ് മറിയുള്ളൂ. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്ന സമയത്ത് 33 വയസ്സുകാരനായിക്കൊണ്ട് തിരിച്ചൊരു 7 കൊല്ലം കൂടി ഭരണം നടത്തി 40-ാമത്തെ വയസ്സിൽ മരിക്കും എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കേണ്ടതല്ല ലോകം, നമ്മൾ കണ്ടിട്ടില്ല ലോകം, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. കുറഞ്ഞൊരു കാലഘട്ടം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. വളരെ എളുപ്പം നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു. ഒരു യാത്രികൻ യാത്രക്കിടയിൽ തണൽ കണ്ടപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. അതാണ് ദുനിയാവിലെ ജീവിതം. ആ തണലിൽ എന്താവൂല, അയാൾ ഇരിക്കൂല. എത്ര സുഖമുള്ള തണലാണെങ്കിലും പിന്നെ യാത്ര പോകും, എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള യാത്ര തുടങ്ങും. എന്നിട്ട് ആ തണലത്ത് തുറന്നാണ് ഇങ്ങനെ ആലോചിച്ചാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്. ആ തണലിന് വേണ്ടി, ആ തണലിൽ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ആണ് ഈ ഹറാമുകൾ മുഴുവൻ ചെയ്യേണ്ടത്. അതിൻ്റെ ശേഷമുള്ള ഖബറോ അതിൻ്റെ ശേഷമുള്ള പരലോകമൊന്നും എന്തില്ല, ബോധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നു പറഞ്ഞു. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. തക്കാസുർ, പെരുമ നടിക്കുക, അത് നമ്മളെങ്ങനെ എന്താക്കിക്കണം, നന്നായിട്ട് മറപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്നും എന്താക്കുക, ഖബർസ്ഥാനിലൊക്കെ ഒന്ന് പോവുക, മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോകണം. കാരണം ഇപ്പോഴത്തെ നമ്മൾ മയ്യത്തുണ്ടായ പോലെ നമുക്കൊരു ബേജാറില്ല. അപ്പോഴെന്താണ് മൊബൈലിലുള്ളത്. അതിൻ്റെ അടി കൂടെ ഇങ്ങനെ എപ്പോഴോ എന്താക്കിക്കണേ 3 പൊടി മണ്ണിട്ട് അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇങ്ങനെ തോണ്ടി നിന്ന് ഒക്കെ ഒന്ന് ഓഫാക്കിയിട്ടൊന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിന്ന് നോക്കുക. പഠിച്ചോനെ നാളെ ഇപ്പം ഞാനും ഇവിടെ ഒന്ന് വന്ന് കിടക്കണമല്ലോ. അപ്പം എന്താവും, ചില ബോധോദയമൊക്കെ വരാനുണ്ട്. വേറൊന്നുമല്ല, മരിക്കണമെന്നുള്ള ബോധം കൃത്യമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ റെഡിയാവും. അപ്പം അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, ബുദ്ധിമാൻ എന്ന് പറയുന്നത്, യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് അത് മരണത്തിനു ശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി തയ്യാറാകുന്നവനാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുക. കാരണം ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത് എത്ര കണ്ട് സത്യമാണ്, ഇതിനേക്കാൾ വലിയ സത്യമാണ് ഞാൻ അനുഭവിക്കാൻ പോണ ലോകം എന്നുള്ളത്.